ഹായ്, എന്താ പരിപാടി? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഈ കാണുന്നത് തന്നെ. ഈ കാണുന്നതൊക്കെ പ്രാവുകൾ വൃത്തികേടാക്കി വെച്ചതാണ്. അപ്പോൾ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും സെക്കൻഡുകൾ വെച്ചിട്ട് വൃത്തികേടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു പൊടിക്ക് ചെയ്യാം. മൊത്തത്തിൽ ഏതായാലും ചെയ്യുന്നില്ല. ഇതുപോലെ വിൻഡോയുടെ അടുത്തും അതുപോലെ സ്റ്റെപ്പ് വരുന്ന ഭാഗത്തൊക്കെ ഇവരിയ്ക്കുന്ന ഭാഗത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി വാങ്ങിയ സാധനം കണ്ടല്ലോ, ഇത് തന്നെയാണ് സാധനം. ബേർഡ് സ്പീക്കർ എന്ന ഇതിൻ്റെ പേര്. ഇത് ഒരുപാട് ഡിസൈൻസിൽ വരുന്നുണ്ട്. ഏറ്റവും നല്ലത് ഇതുപോലെ 4 വരുന്ന അടുത്തടുത്തായി നിൽക്കുന്ന കമ്പികളുള്ളതാണ് നല്ലത്. ലാഡർ ചെറുതായത് കാരണം നമുക്ക് അതിനുള്ള ഹൈറ്റ് എത്തൂല അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വേറൊരു പരിപാടി നോക്കണം. വീടിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാമെന്ന് വെച്ചാൽ ഫർണിച്ചർ കവറായതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ലാഡറിന് ഹൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിക്കപ്പ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വണ്ടി ഏതായാലും വിൻഡോൻ്റെ താല് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാഡർ വെച്ച് നോക്കാം ഹൈറ്റ് എത്തുന്നുണ്ടോ ഇല്ലയോ. ഹെൽപ്പിന് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലാഡർ റോപ്പ് വെച്ചിട്ട് കെട്ടി പോറാക്കണം. ഇല്ലെങ്കിൽ സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ട്. ഇത്ര ഹൈറ്റിൽ നമ്മൾ പോയിരുന്ന സമയത്ത് സ്ലിപ്പായി വീണ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഏകദേശം കെട്ടി സെറ്റായിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കണം. ഏതായാലും ഫസ്റ്റത്തെ വിൻഡോയിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വെക്കുന്നത് വീടിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. അപ്പം ഇത് നമുക്കിവിടെ ഡ്രില്ല് ചെയ്യാൻ കഴിയില്ല. ഇത് ഏറ്റവും ബെറ്റർ ഡ്രില്ല് ചെയ്തിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഓടിൻ്റെ മുകളിൽ ഡ്രില്ല് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ മൊത്തത്തിൽ ഇതുപോലെ സിലിക്കോൺ ഗം ഇട്ടിട്ട് ഒട്ടിക്കുന്നത്. പിന്നെ ഗൾഫിലെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പം സിലിക്കോൺ ഗമ്മ് കുഴപ്പമില്ല. കാരണം മഴ കുറഞ്ഞ നാടായിക്കൊണ്ട് അത്ര പെട്ടെന്ന് ഇളകിപ്പോവില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് മഴയത്തൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിച്ച് നിൽക്കില്ല, പെട്ടെന്ന് ഇളകിപ്പോവും. അതുപോലെ തന്നെ നല്ല സ്ലോപ്പായത് കാരണം ഗമ്മിട്ട് വെച്ച ഓടുകൾ നമ്മൾ ചവിട്ടുന്ന സമയത്തൊക്കെ സ്ലിപ്പായിട്ട് പോകുന്നുണ്ട്. അപ്പം വളരെ കെയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ടോപ്പിൽ 3 ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് നല്ല സമയം എടുത്തിട്ടാണ് ചെയ്തത്. കാരണം ഹൈറ്റ് കൂടിക്കൊണ്ട് നമുക്ക് വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിത് അറ്റത്ത് മാത്രമേ ഫിക്സ് ചെയ്യുന്നുള്ളൂ. കാരണം അവർ വൃത്തികേടാക്കുന്നുണ്ട്. അറ്റത്ത് വന്ന് നിന്നിട്ട് അപ്പിയിട്ട് വൃത്തികേടാക്കുന്നുണ്ട് മാത്രം. ബാക്കി സ്ഥലങ്ങൾ അവർക്ക് യൂസ് ചെയ്യാം, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ഓടിന് മുകളിലുള്ള ഭാഗം ഏകദേശം സെറ്റായി പൂർത്തിയായിട്ടുണ്ട്. നമ്മളൊരു വിൻഡോവും അതുപോലെ തന്നെ മുകളിൽ ഓടിൻ്റെ ഭാഗത്തും ഫിനിഷായി. അടുത്തത് വേറെ 2 വിൻഡോ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ സൺഷെയ്ഡിൻ്റെ 2 ചെറിയ ഭാഗങ്ങളും, അതായത് നമ്മളെ സ്റ്റെപ്പിന് നേരെ മുകളിലായി നിൽക്കുന്ന ഭാഗങ്ങൾ, അതും ചെയ്യണം. ഫസ്റ്റത്തെ ആ ഒരു വിൻഡോ അതുപോലെ ടോപ്പിൽ ചെയ്യുമ്പോൾ തന്നെ സമയം ഒരുപാട് ലേറ്റായി. കുറേ സമയം എടുത്തു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതായാലും വർക്ക് ഏതായാലും ഇന്ന് പൂർത്തിയാക്കിയിട്ടേ ഇറങ്ങുന്നുള്ളൂ. നാളത്തേക്ക് ഏതായാലും വെക്കുന്നില്ല. നമുക്ക് സുഖമായിട്ട് നിൽക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി പൂർത്തിയാവുമായിരുന്നു. ഏതായാലും വർക്ക് കംപ്ലീറ്റ് ആയി. നൈറ്റ് വീഡിയോ എടുത്താൽ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഏകദേശം നമ്മളെ വർക്ക് ഏകദേശം ഫിനിഷായി. 2 സൺഷെയ്ഡ്, അതുപോലെ 3 വിൻഡോ ടോപ്പിൽ, അതുപോലെ തന്നെ ഗ്യാപ്പിലൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ AC പൈപ്പുണ്ട്, അതിൻ്റെ മുകളിലൊക്കെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ അതും ഫില്ല് ചെയ്തു. ഏതായാലും സംഭവം വർക്കായിട്ടുണ്ട്. പ്രാവുകൾക്ക് ഒരു വിധത്തിലും വൃത്തികേടാക്കാൻ പറ്റുന്നില്ല.
ബേർഡ് സ്പീക്കർ ഫിക്സ് ചെയ്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടെടുത്ത വീഡിയോ ആണ്. ഒരു വൃത്തികേടും കാണാൻ പറ്റുന്നില്ല. അവർക്ക് ഒരു വിധത്തിലും ഇവിടെ വന്നിരുന്നിട്ട് അപ്പിടാൻ പറ്റുന്നില്ല. ഏതായാലും 100% ഹെൽപ്ഫുള്ളാണ് ഈ സാധനം, പ്രോഡക്റ്റ്. ഇത് നമ്മുടെ നാട്ടിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ ഓൺലൈൻ സൈറ്റുകളിൽ സാധനം വാങ്ങാൻ കിട്ടും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.